ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജീരിയൽ എക്കണോമിക്സിലെ 5th ചാപ്റ്റർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്ന പോർഷനാണ്. സോ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ ബിക്കോസ് ഇറ്റ് എൻഹാൻസ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. സോ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പുറം രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഔട്ട് ഓഫ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ഇന്ത്യയിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുകയോ ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. സോ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ് എൻഹാൻസ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം. ഇന്ത്യയിലുള്ള ടോട്ടൽ ഔട്ട്പുട്ടിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നാഷണൽ ഇൻകം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫോറിൻ ട്രേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then exports provide important market outlets for the number of industries. Then exportsലൂടെ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പല ഇൻഡസ്ട്രീസിനും വേൾഡിൽ കൂടുതൽ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സപ്ലൈ. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിന് പുതിയ മാർക്കറ്റ് കിട്ടുന്നത് പോലെ തന്നെ പുറം രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രോഡക്റ്റ്സ് നമ്മുടെ രാജ്യത്തും അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഫോറിൻ ട്രേഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഫിനിഷ്ഡ് പ്രോഡക്ട്സിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് എന്നുള്ള ഒരു ആശയം കൂടെ ഫോറിൻ ട്രേഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദെൻ ഏൺ ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ ദ കൺട്രി. സോ ഫോറിൻ ട്രേഡിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഫോറിൻ കറൻസീസ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ എക്കണോമിക് ഗ്രോത്ത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയെല്ലാം, അതായത് ഔട്ട്പുട്ട് എൻഹാൻസ് ചെയ്യുന്നതിലൂടെ, എംപ്ലോയ്മെൻറ്റ് എൻഹാൻസ് ചെയ്യുന്നതിലൂടെ, അതുപോലെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ, ദെൻ ന്യൂ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിലൂടെ, ദെൻ പുതിയ സപ്ലൈ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആൻഡ് റോ മെറ്റീരിയൽസിലൂടെ എല്ലാം നമ്മുടെ എക്കണോമിയെ കൂടുതൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫോറിൻ ട്രേഡിന് സാധിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്ട്സ്. നൗ നമ്മുടെ ഒരു കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്ട്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റുകളുടെ ഒരു കോമ്പിനേഷനുണ്ട്. ആ കോമ്പിനേഷനിൽ നമ്മൾ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്തിരുന്നത് ടീ, ജൂട്ട്, ക്ലോത്ത്, അയൺ, സ്പൈസസ്, ലെതർ ഇതൊക്കെയായിരുന്നു. ഈ തരത്തിലുള്ള നമ്മുടെ ട്രഡീഷണൽ പ്രോഡക്റ്റ്സ് ആയിരുന്നു നമ്മൾ ഇൻഡിപെൻഡൻസിന് മുൻപ് കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അതിനോടൊപ്പം തന്നെ കെമിക്കൽസ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ജെംസ്, ജ്വല്ലറി, ഇലക്ട്രോണിക് ഗുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, മെഷീൻസ്, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ എക്സെട്ര ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ പ്രോഡക്ട്സിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പുതിയ പ്രോഡക്ട്സും കൂടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട്. ദെൻ നമ്മൾ എക്സ്പോർട്ടിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പിനേഷൻസ് ചേഞ്ച് ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ടിലും നമ്മൾ കോമ്പിനേഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മൾ കൂടുതലായിട്ടും ഇറക്കുമതി ചെയ്തിരുന്നത് കൺസ്യൂമർ ഗുഡ്സ്, മെഡിസിൻസ്, ടെക്സ്റ്റൈൽസ്, മോട്ടോർ വെഹിക്കിൾസ്, ഇലക്ട്രോണിക് ഗുഡ്സ് ഇതൊക്കെയായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് കൂടുതലായിട്ടും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മളത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഴ്സ്, പെട്രോളിയം, സ്റ്റീൽ, ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ്, എഡിബിൾ ഓയിൽസ് ആൻഡ് അൺഫിനിഷ്ഡ് ഡയമണ്ട്സ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ പ്രോഡക്ട്സിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയതായിട്ട് കുറേയധികം പ്രോഡക്ട്സ്, അതായത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, വേൾഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രോഡക്ട്സും നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നുള്ളതാണ്. സോ എക്സ്പോർട്ടും കൂടുതലും ഇമ്പോർട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്നാണ് നമ്മൾ പറയുക. അതിനർത്ഥം നമുക്ക് ഇങ്ങോട്ട് വന്ന വരുമാനം കൂടുതലും നമ്മൾ അങ്ങോട്ട് കൊടുത്ത വരുമാനം കുറവും എന്നുള്ള രീതിയിൽ. ദെൻ ബാലൻസ് ഓഫ് ട്രേഡ് ബിഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഫേവറബിൾ ആയിരുന്നു, അതായത് എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമായിരുന്നു. പക്ഷേ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് ഇമ്പോർട്ടാണ് കൂടുതൽ, എക്സ്പോർട്ട് കുറവാണ്. കമ്പാരിസൺ നമ്മൾ നടത്തുമ്പം എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുമായിരുന്നു. സോ അതൊരു അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ കൂടുതലായിട്ടും മറ്റ് രാജ്യങ്ങളെ പർച്ചേസിന് വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
സോ ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മൾ കൂടുതലായിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ കൂടുതലായിട്ടും അവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കൂടുതലായിട്ട് നമ്മൾ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുമ്പം നമ്മളത് ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്നും, കൂടുതലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം അതിനെ നമ്മൾ അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്നാണ് പറയുന്നത്. Then direction of foreign trade. Before independence, India has trade relation with England and Commonwealth nations. ബിഫോർ ഇൻഡിപെൻഡൻസിൽ നമുക്ക് കൂടുതലായിട്ടും ഫോറിൻ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത് യൂറോപ്യൻ കൺട്രീസുമായിട്ടായിരുന്നു. ഇംഗ്ലണ്ട് പോലെയുള്ള കോമൺവെൽത്ത് നേഷൻസുമായിട്ടായിരുന്നു നമുക്ക് കൂടുതലായിട്ടും ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക്, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കൂടുതലായിട്ടും ട്രേഡ് റിലേഷൻ ഉള്ളത് US, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ ആൻഡ് OPEC കൺട്രീസ്, അതായത് അറേബ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, റഷ്യ, US പോലെയുള്ള വൻകിട രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഇന്ന് ഫോറിൻ ട്രേഡ് റിലേഷൻസ് ഉണ്ട്. Then dependent trade. Before independence, India's foreign trade was dependent on the foreign shipping, banking and insurance companies. ഇൻഷുറൻസിന് മുൻപായിട്ട് നമ്മുടെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് കമ്പനീസിനെയും ബാങ്കിങ്ങും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരുന്നു നമുക്ക് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഷിപ്പിംഗ് കമ്പനീസിൻ്റെ വില്ലിങ്നെസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ പറ്റില്ല. ബാങ്ക്സ് അതിനനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും എക്സ്പോർട്ട്സും ഇമ്പോർട്ട്സും പോസിബിൾ ആയിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നമ്മൾ കൂടുതലായിട്ടും ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന അതർ നേഷൻസിൻ്റെ ഷിപ്പിംഗ് കമ്പനീസ് ആയിരുന്നു. സോ ഇന്ന് നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ട് കാർഗോ ഷിപ്സ് ഉണ്ട്. കാർഗോ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈൻമെൻറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഷിപ്സാണ്. അതായത് ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന കപ്പലുകളാണ് കാർഗോ ഷിപ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ന് ഇന്ത്യക്ക് സ്വന്തമായിട്ട് കാർഗോ ഷിപ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ബാങ്ക്സും ഇൻഷുറൻസ് കമ്പനീസും ഫോറിൻ ട്രേഡിനെ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ടേക്കിംഗ് മോർ ഇൻട്രസ്റ്റ് ഇൻ ഫോറിൻ ട്രേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് ത്രൂ സീ റൂട്ട്സ്. ഇന്ത്യയിൽ 90% ഫോറിൻ ട്രേഡും ക്യാരി ഡൗൺ ചെയ്യുന്നത് സീ റൂട്ട്സിലൂടെയാണ്. അതായത് കടൽ മാർഗമാണ് ഇന്ത്യയുടെ 90% വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടം നടക്കുന്നത്, ഫോറിൻ ട്രേഡ് നടക്കുന്നത്. ഇനിയിപ്പോൾ എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കടൽ മാർഗത്തിലൂടെയാണ് 90% ഈ ഫോറിൻ ട്രേഡും ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ ഡിപ്പെൻഡൻസ് ഓൺ ഫ്യൂ പോർട്സ്. വി ഹാവ് ഓൺലി 12 മേജർ പോർട്സ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ 12 പ്രമുഖമായിട്ടുള്ള തുറമുഖങ്ങളാണുള്ളത്. ഈ വെറും 12 തുറമുഖങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ 90% ഫോറിൻ ട്രേഡും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫോറിൻ ട്രേഡിൻ്റെ 90% നടക്കുന്നത് ഈ മേജറായിട്ടുള്ള 12 തുറമുഖങ്ങളിലൂടെയാണ്. ദെൻ ലെസ് പെർസെൻറ്റേജ് ഓഫ് വേൾഡ് ട്രേഡ്. ഓക്കെ, ഇന്ത്യ കൂടുതലായി നമ്മൾ പറഞ്ഞു ഫോറിൻ ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും നമ്മൾ വേൾഡിലെ ടോട്ടൽ കണക്കെടുത്ത് നോക്കുമ്പം ഇന്ത്യ ഹാസ് 16% ഓഫ് വേൾഡ് പോപ്പുലേഷൻ. ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിലെ 16% പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ ജനസംഖ്യ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനസംഖ്യയുടെ 16%, ലോക ജനസംഖ്യയുടെ 16% അധിവസിക്കുന്നത് ഇന്ത്യയിലാണ്. പക്ഷേ ഇൻ 2003 and 2004 ഇന്ത്യാസ് ഷെയർ ഇൻ ടോട്ടൽ വേൾഡ് ഇമ്പോർട്ട് വാസ് 1%. ദെൻ 2003-2004 കാലഘട്ടത്തിലെ കണക്കനുസരിച്ച് വേൾഡിലെ ടോട്ടൽ ഇമ്പോർട്ട്സിൽ വേൾഡിൽ മുഴുവനായിട്ട് നടന്ന ഇറക്കുമതിയിൽ 1% മാത്രമാണ് ഇന്ത്യയിലേക്ക് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 0.8% ഇൻ ടോട്ടൽ വേൾഡ് എക്സ്പോർട്ട്സിൽ ലോകത്ത് മുഴുവനായിട്ട് നടന്ന എക്സ്പോർട്ടിൽ വെറും 0.8% മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ എത്ര വേൾഡിൽ ജനസംഖ്യാപരമായിട്ട് നമ്മൾ എത്ര മുൻപിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഫോറിൻ ട്രേഡിൻ്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് വളരെ കുറവാണ്. Then increased share in gross national income. In 1950-51, India's foreign trade contribution into national income was 12% and rose to 29% in 2003 and to 4.
ഓക്കെ. ദെൻ 1950 to 51 കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫോറിൻ ട്രേഡിൻ്റെ കോൺട്രിബ്യൂഷൻ ടോട്ടൽ നാഷണൽ ഇൻകത്തിലേക്ക് ഫോറിൻ ട്രേഡ് കോൺട്രിബ്യൂട്ട് ചെയ്തത് വെറും 12%. പക്ഷേ 2003 and 2004 അത് 29% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻക്രീസ് ഇൻ വാല്യൂ ആൻഡ് വോളിയം ഓഫ് ട്രേഡ്. ഓക്കെ. സോ 2015-51 സമയത്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് വോളിയം എന്ന് പറയുന്നത് 608 crores ആയിരുന്നു. എക്സ്പോർട്ട് വർ ₹606 crores ആയി. ദെൻ ടോട്ടൽ വാല്യൂ വാസ് 1214 crores ആയിരുന്നു. അതായത് ടോട്ടൽ എക്സ്പോർട്ടും ഇമ്പോർട്ട്സും കൂടെ വെച്ച് നോക്കുമ്പോൾ 1214 കോടിയുടെ മൊത്തം ഫോറിൻ ട്രേഡ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഇൻ 1950 and 51. പക്ഷെ അത് നോക്കുക 2003-04 എത്തിയപ്പോഴേക്കും അത് എത്രയോ ഇരട്ടിയായിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നോക്കുക ടോട്ടൽ വാല്യൂ 6,52,475 crores, അതായത് 1214 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 6,52,475 കോടി രൂപയിലേക്ക് ടോട്ടൽ ഫോറിൻ ട്രേഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻക്രീസ് എക്സ്പോർട്സിലും ഇമ്പോർട്ട്സിലും വന്നിട്ടുണ്ട്. Then export promotion in India. Export promotion means improving and expanding and enlarging export business. Here encouragement and incentives are given exporters for export promotion. Following are the reasons for export promotion. Export promotion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രൊമോഷൻസിനെയാണ് നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഒരു തരത്തിലുള്ള എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് ആണ് ഫോർ എക്സ്പോർട്ടേഴ്സ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ. എക്സ്പോർട്ടേഴ്സിന് എക്സ്പോർട്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ബിസിനസ്സിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവിനെയാണ് നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദെൻ എക്സ്പോർട്ട് പ്രൊമോഷൻസ് കൊടുക്കാനുള്ള റീസൺസ് ആണ് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണം, എന്തുകൊണ്ട് നമ്മൾ എക്സ്പോർട്ടിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ റീസൺസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടു കറക്റ്റ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് വാല്യൂ മൈനസ് ഇമ്പോർട്ട് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്സ്പോർട്ട് കൂടുതലും എക്സ്പോർട്ടിൻ്റെ വാല്യൂ കൂടുതലും ഇമ്പോർട്ടിൻ്റെ വാല്യൂ കുറവുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. അല്ല, എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുമാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റവന്യൂ. ദെൻ ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. സോ എക്സ്പോർട്ടിലെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ഫോറിൻ കൺട്രി ടു അവർ കൺട്രി. ദെൻ ഇമ്പോർട്ടിലേക്ക് വരുമ്പം പേയ്മെൻറ്റ് ഇസ് ഫ്രം അവർ കൺട്രി ടു ഫോറിൻ കൺട്രിയാണ്. സോ എക്സ്പോർട്ടിൻ്റെ വാല്യൂ കൂടുതലും ഇമ്പോർട്ടിൻ്റെ വാല്യൂ കുറവുമാണെന്നുണ്ടെങ്കിൽ അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. ദെൻ എക്സ്പോർട്ടിൻ്റെ വാല്യൂ കുറവും ഇമ്പോർട്ടിൻ്റെ വാല്യൂ കൂടുതലുമാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഫോറിൻ കൺട്രിയിലേക്കായിരിക്കും കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരിക. ഓക്കെ. സോ അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതായത് നമ്മൾ തിരിച്ച് പുറം രാജ്യത്തേക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ എക്സ്പോർട്ട് പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അൺഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പേയ്മെൻറ്റ്, നമ്മുടെ രാജ്യത്തേക്കുള്ള പേയ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കാനുള്ള പേയ്മെൻറ്റ് കുറഞ്ഞു വരും. സോ ആ കൂടുതൽ കിട്ടിയതിനെ നമ്മൾ കൊടുക്കാനുള്ളതിലേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അൺഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, ടു ഏൺ മോർ ആൻഡ് മോർ ഫോറിൻ എക്സ്ചേഞ്ച് സോ ആസ് ടു റെഡ്യൂസ് ഫോറിൻ ഡെപ്റ്റ് നമുക്ക് അതായത് പുറത്തുള്ള ഏതെങ്കിലും രാജ്യവുമായിട്ട് നമുക്ക് കടം ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്
എക്സ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ മീൻസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ രാജ്യത്തേക്ക് വരും. സോ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സ്പോർട്ടിലൂടെ കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ കൊടുക്കാനുള്ള കടം കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. Then to meet out the growing needs of foreign exchange for import of machineries and other equipments, നമ്മൾ മറ്റ് ഇമ്പോർട്ട് അതായത് മെഷീനറീസും അതുപോലെ എക്യുപ്മെൻറ്റ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള പേയ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു എക്സ്പോർട്ടിലൂടെ കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. Then to get international market for new products being produced by innovators and entrepreneurs, നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലുള്ള ഇന്നോവേറ്റേഴ്സിന് എൻ്റർപ്രണേഴ്സിന് അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്ട്സിന് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് എക്സ്പോർട്ടിലൂടെ സാധ്യമാകും. കാരണം നമ്മൾ എക്സ്പോർട്ടിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ പ്രോഡക്റ്റ് നമ്മൾ മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുക. സോ നമുക്ക് അവിടെ വേൾഡിൽ പല ഭാഗത്തു നിന്നും നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. സോ നമ്മുടെ പ്രോഡക്റ്റിന് പുതിയ മാർക്കറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ദെൻ ടു മേക്ക് എക്കണോമി സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ദെർബൈ എൻഷുർ സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. സോ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ രാജ്യത്തേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റും. സോ കൂടുതലായിട്ട് എക്സ്പോർട്ടിലൂടെ ഫോറിൻ എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ടും എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യും. ദെൻ മെഷേഴ്സ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ ഇന്ത്യ. ദെൻ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് 6 കാറ്റഗറീസിലുള്ള മെഷേഴ്സാണ് ഇന്ത്യ ടേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ്പോർട്ട് പ്രൊമോഷൻസിനെ 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ട് ഫെസിലിറ്റേഷൻ സ്കീംസ്, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ്, എക്സ്പോർട്ട് ഹൗസസ്, പ്രൊഡക്ഷൻ അസിസ്റ്റൻസ്, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, ഓർഗനൈസേഷൻ ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൂടുതലായിട്ട് നോക്കും. ഫസ്റ്റ് വൺ, ഇമ്പോർട്ട് ഫെസിലിറ്റേഷൻ സ്കീംസ്. The purpose of this scheme is to improve export competitiveness of the Indian firms by assisting the import of inputs and capital requirement at low cost. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ റോ മെറ്റീരിയൽസ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യാണ്, പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. സോ നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെ നമ്മൾ വേൾഡ് മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ദെൻ അതാണ് ഇമ്പോർട്ട് ഫെസിലിറ്റേഷൻ സ്കീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ടെക്നോളജീസും മെഷീനറീസൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെ നമ്മൾ ഫോറിൻ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ദെൻ അതിലെ ഫസ്റ്റ് വൺ, എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം എന്ന് പറയുന്നത്. ദിസ് സ്കീംസ് അലൗസ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻക്ലൂഡിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അറ്റ് 5% കസ്റ്റംസ് ഡ്യൂട്ടി. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് പോലെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിന് 5% കസ്റ്റമർ ഡ്യൂട്ടിയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അഡ്വാൻസ് ഓതറൈസേഷൻ. ആൻഡ് അഡ്വാൻസ് ഓതറൈസേഷൻ ഈസ് ഇഷ്യൂഡ് ടു അലോ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ഓഫ് ഇൻപുട്സ് വിച്ച് ഫോം പാർട്ട് ഓഫ് പ്രോഡക്റ്റ് ടു ബി എക്സ്പോർട്ടഡ്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് നമ്മൾ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം റോ മെറ്റീരിയൽസിനെ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി ദെൻ അതുപോലെയുള്ള ഡ്യൂട്ടീസൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽസിനെ നമ്മൾ ഈ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കുക. Then next is export incentives, refund of duty. In case of exporters has already paid the duty, he can file a claim for the refund after making exports. അതായത് ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡ്യൂട്ടീസ് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്യൂട്ടീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ എക്സ്പോർട്ട് നമുക്ക് അതിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് റീഫണ്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് റീഫണ്ട് ഓഫ് ഡ്യൂട്ടി എന്നുള്ള സ്കീം. ദെൻ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക്.
The aim of this scheme is to neutralize the customs duty paid on the important content of the export produce by the way of grant of credit to the exporter. Exporters can claim credit as a specific percentage of the value of export of the specified commodities. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. Then duty free replenishment certificate. Then under this scheme an exporter is allowed to import input without payment of customs duty. ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എക്സ്പോർട്ടർ ഇമ്പോർട്ട് ചെയ്യുന്ന ഇൻപുട്സ് ഉണ്ടാവുമല്ലോ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് നമ്മൾ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം റോ മെറ്റീരിയൽസിനെ നമ്മൾ ഡ്യൂട്ടിയിൽ നിന്നും ഫ്രീ ആക്കി കൊടുക്കുക, അതായത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ വിശേഷ് കൃഷി ആൻഡ് ഗ്രാം ഉദ്യോഗ യോജന. ദിസ് സ്കീം പ്രൊമോട്ട്സ് അഗ്രികൾച്ചറൽ ഐറ്റംസ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി പ്രോഡക്റ്റ്. വില്ലേജ് ഇൻഡസ്ട്രി പ്രോഡക്ട്സ് അതുപോലെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അത്തരം പ്രോഡക്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് വിശേഷ് കൃഷി ആൻഡ് ഗ്രാം ഉദ്യോഗ് യോജന എന്ന് പറയുന്നത്. The next is focus product scheme. Under this scheme, incentives are given to exporters of the products having high employment potential in rural and semi-urban areas. അതുപോലെ റൂറൽ ഏരിയാസിൽ സെമി അർബൻ ഏരിയാസിലൊക്കെ പ്രൊഡക്ഷൻ നടത്തുന്ന എക്സ്പോർട്ടേഴ്സിന് അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സിനെയാണ് ഈ ഒരു കാറ്റഗറിക്കകത്ത് പെടുത്തിയിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിൽ വെച്ചിട്ടാണ് ഒരു എക്സ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഹൂ എക്സ്പോർട്ട് ഹിസ് ഫൈനൽ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എക്സ്പോർട്ടർ എന്ന് പറയുന്നത്. സോ എക്സ്പോർട്ടർ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസ്, മീൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് റൂറൽ ഏരിയാസ്, സെമി അർബൻ ഏരിയാസ്. ദെൻ ദ അൾട്ടിമേറ്റ് എയിം ഇസ് ഒരു എക്സ്പോർട്ടർ അയാളുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിലുള്ള ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു ഇൻസെൻറ്റീവ്സ്, അത്തരം എക്സ്പോർട്ടേഴ്സിന് ഒരു ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ഫോക്കസ് പ്രോഡക്റ്റ് സ്കീം എന്ന് പറയുന്നത്. The next is focus market scheme. This scheme facilitates penetration of strategic markets in which India exports are comparatively low. ദെൻ ഈ സ്കീം അനുസരിച്ച് പെനാട്രേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ്. ദെൻ ക്യാഷ് കോമ്പൻസേറ്ററി സപ്പോർട്ട്. ഇറ്റ് ഈസ് ദ ക്യാഷ് സബ്സിഡി സ്കീം ടു കോമ്പൻസേറ്റ് എക്സ്പോർട്ടേഴ്സ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് പ്രൊവൈഡ് ഫണ്ട് ഫോർ പ്രോഡക്റ്റ് ഓർ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ടേഴ്സ് ഏതെങ്കിലും തരത്തിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ക്യാഷ് സബ്സിഡി ആയിട്ട് ആ എമൗണ്ട് റീപേ ചെയ്യുന്ന സിസ്റ്റമാണ് ക്യാഷ് കോമ്പൻസേറ്ററി സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എക്സ്പോർട്ട് അവാർഡ്സ്. സെവറൽ അവാർഡ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ബെറ്റർ എക്സ്പോർട്ട് പെർഫോമൻസ് ടു എൻകറേജ് എക്സ്പോർട്ടേഴ്സ്. എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എക്സലൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനനുസരിച്ച് അവർക്ക് പല രീതിയിലുള്ള എക്സ്പോർട്ട് അവാർഡ്സ് കൊടുക്കാറുണ്ട്. ദെൻ തേർഡ് വൺ എക്സ്പോർട്ട് ഹൗസസ്. മൂന്നാമത്തെ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് export houses. An export house is a registered exporter who fulfill the prescribed criteria. എക്സ്പോർട്ട് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പോർട്ടർ, രജിസ്റ്റേർഡ് എക്സ്പോർട്ടർ ആണ്. അതായത് എക്സ്പോർട്ട് റോ മീൻസ് ഫൈനൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് മാനെയാണ് നമ്മൾ എക്സ്പോർട്ട് ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിസ്ക്രൈബ്ഡ് ക്രൈറ്റീരിയക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സ്പോർട്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്പോർട്ട് ഹൗസ് എന്ന് പറയുന്നത്. Then it is entitled to certain facilities and incentives. Established exporters are recognized as export houses of different grades. So അവർ ചെയ്യുന്ന എക്സ്പോർട്ട് ബിസിനസ്സിനനുസരിച്ച് അവരെ പല ഗ്രേഡ്സിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ആ ഗ്രേഡ്സിനനുസരിച്ച് അവർക്ക് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. Then production assistance. The government of India has taken several measures to enlarge and strengthen production base and improve quality of products. These measures include setup of export processing zones to provide
ഡ്യൂട്ടി ഫ്രീ എൻവയോൺമെൻറ്റ് ഫോർ ദ പ്രൊഡക്ഷൻ അറ്റ് ലോ കോസ്റ്റ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആർ എലിജിബിൾ ഫോർ മെനി ഇൻസെൻറ്റീവ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പല രീതിയിലുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ എക്സ്പോർട്സിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്പോർട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള എക്സ്പോർട്ട് പ്രോസസ്സിങ് സോൺസിനനുസരിച്ച് അവരുടെ ഡ്യൂട്ടി ഫ്രീ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് അവർക്ക് ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് മേക്കിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് അതർ ഇൻപുട്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി അറ്റ് റീസണബിൾ പ്രൈസ്. നല്ല ക്വാളിറ്റിയുള്ള ഇൻപുട്സ് കുറഞ്ഞ പ്രൈസിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ് ടു സെറ്റപ്പ് മോഡേണൈസ് ആൻഡ് എക്സ്പാൻഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഫോർ എക്സ്പോർട്ടേഴ്സിന് കൂടുതലായിട്ട് മോഡേണൈസ് ചെയ്തിട്ടുള്ള ഹൈ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള സെറ്റപ്സ്, അതായത് പ്രൊഡക്ഷൻ സെറ്റപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവിഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസിന് പുതിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്, അവരുടെ പ്ലാന്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ മിഷനറീസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ ടെക്നോളജീസ്, ഗുഡ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട്സ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ഫോർ എക്സ്പോർട്ട് പ്രൊഡക്ഷൻ. എക്സ്പോർട്ടിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിത്തൗട്ട് ഡ്യൂട്ടി. അതായത് നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി പോലെയുള്ള ഡ്യൂട്ടീസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് കുറഞ്ഞ കോസ്റ്റിൽ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ്. മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഫോർ മാർക്കറ്റ് റിസർച്ച്, ട്രേഡ് ഡെലഗേഷൻസ്, പാർട്ടിസിപ്പേഷൻ ഇൻ ട്രേഡ് ഫെയേഴ്സ്, എക്സിബിഷൻസ്, സെറ്റപ്പ് ഓഫീസസ് ആൻഡ് ബ്രാഞ്ചസ് അബ്രോഡ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്റ്റ് വേൾഡ് വൈഡിൽ കസ്റ്റമേഴ്സിനിടയിൽ പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അതിന് കൂടുതൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ മാർക്കറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും മാർക്കറ്റ് പെനട്രേഷന് വേണ്ടിയിട്ടൊക്കെ കൂടുതലായിട്ട് എക്സ്പോർട്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. അതായത് ഓൾറെഡി ഉള്ള മാർക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അസിസ്റ്റൻസ് ആണ്. അതായത് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ട്രേഡ് ഫെയേഴ്സ്, എക്സിബിഷൻസ്, അബ്രോഡിൽ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. ദെൻ മാർക്കറ്റ് ആക്സസ് ഇനീഷ്യേറ്റീവ്സ് ഫോർ അണ്ടർടേക്കിംഗ് പ്രൊമോഷൻ അബ്രോഡ്. പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് പ്രോഡക്ട്സിന് പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മാർക്കറ്റ് ആക്സസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഫോറിൻ എക്സ്ചേഞ്ച്. ദെൻ ഈസ് പ്രൊവൈഡഡ് ഫോർ അണ്ടർടേക്കിംഗ് അപ്രൂവ്ഡ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഫോറിൻ എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. ദെൻ എക്സ്പോർട്ട് ക്രെഡിറ്റ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ് യൂണിറ്റ്സിന് എക്സ്പോർട്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യ ബ്രാൻഡ് ഇക്വിറ്റി ഫണ്ട് ടു പ്രൊമോട്ട് ദ മെയ്ഡ് ഇൻ ഇന്ത്യ ഇമേജ് അബ്രോഡ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ബ്രാൻഡ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ വേൾഡിൽ കൂടുതലായിട്ട് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ദെൻ ബ്രാൻഡ് അക്വിസിഷൻ ഫണ്ട് ടു ഹെൽപ്പ് എക്സ്പോർട്ടേഴ്സ് ടു അക്വയർ ഗ്ലോബൽ ബ്രാൻഡ്സുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലി ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫണ്ട്, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രാൻഡ് അക്വിസിഷൻ ഫണ്ട് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഈ 6 ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then next is Organization for Export Promotion. Government of India has established several organizations to assist exporters. Some of them are follows. Then Government of India എക്സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷനാണ് പറയുന്നത്. ബോർഡ് ഓഫ് ട്രേഡ്.
ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ വിച്ച് ഇസ് സെറ്റ് അപ്പ് ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് മോണിറ്റർ ടു ദ പോളിസീസ് ഫ്രം ടൈം ടു ടൈം. അതായത് മറ്റ് പുറം രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് സ്റ്റഡി ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ട്രേഡ് പോളിസീസ് എന്തൊക്കെയാണ്, കാലാനുസൃതമായിട്ട് അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. Then Export Promotion Board for coordinating the activities of different authorities engaged in execution of export related matters. എക്സ്പോർട്ട് റിലേറ്റഡ് മാറ്റേഴ്സുമായിട്ട് ഓതറൈസ് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പല അതോറിറ്റീസ് ഉണ്ടായിരിക്കും. സോ അവരുടെ എല്ലാം ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ബോർഡ് എന്ന് പറയുന്നത്. Then Export Promotion Council to see cooperation of consumers, producers and exporters in export trade. എക്സ്പോർട്ട് ട്രേഡിൽ കൺസ്യൂമേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും എക്സ്പോർട്ടേഴ്സിൻ്റെയും കോപ്പറേഷൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. ദെൻ കമ്മോഡിറ്റി ബോർഡ് ഫോർ പ്രൊമോട്ടിംഗ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് കമ്മോഡിറ്റീസ്. റബ്ബർ ബോർഡ്. ഓക്കെ, സോ ഓരോ കമ്മോഡിറ്റീസിന് ഓരോ ബോർഡ്, റബ്ബർ ബോർഡ്, ക്വയർ ബോർഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. സോ അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. Then Export Inspection Councils for ensuring quality control in exportable goods. എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ. സോ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ടു പ്രൊമോട്ട് ട്രെയിനിങ് ടു പേഴ്സണൽ. എക്സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകളെ, എക്സ്പോർട്ട് ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് അവരുടെ കൺസേൺ ഏരിയാസിൽ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ to provide export credit facility to exporters and to undertake insurance for the export related risk. അതായത് എക്സ്പോർട്ടിലുണ്ടാവുന്ന റിസ്കിനെ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് റീസൺ ഫോർ സ്ലോ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ഇൻ ഇന്ത്യ. പക്ഷേ എന്നിരുന്നാലും ഇത്രയും പ്രൊമോഷൻസും ഇത്രയും ആക്ടിവിറ്റീസും ഇന്ത്യയിൽ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സ്ലോലി ഗ്രോ ചെയ്യുന്ന ഒരു സെക്ടറാണ്. സോ വാട്ട് ആർ ദ റീസൺ ഫോർ ദ സ്ലോ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട്സ് ഇൻ ഇന്ത്യ? ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. നമുക്കറിയാം എക്സ്പോർട്ടിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് മറ്റ് വേൾഡിലുള്ള പല രാജ്യങ്ങളുമായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരിക്കണം. സോ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സിന് പ്രൊഡക്ഷന് അനുസൃതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മുടെ രാജ്യത്ത് വേണം. സോ നമുക്ക് ഹൈ ക്വാളിറ്റി ടെക്നോളജീസ്, ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മെഷീനറീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ പ്രോഡക്ട്സ് ഹൈ ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഡക്ട്സിന് വേൾഡിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ഒരു ഇന്നാഡിക്വൻസി നമ്മുടെ എക്സ്പോർട്ടിന് ഗ്രോത്തിനെ ഒരു തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് എന്താ പറയുക സ്ലോ ഡൗൺ ചെയ്യുക. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇല്ല എങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് അത് അനുസരിച്ച് കുറഞ്ഞിരിക്കും. ദെൻ ലോ ക്വാളിറ്റി ഓഫ് എക്സ്പോർട്ടബിൾ ഗുഡ്സ്. ഇനിയിപ്പോൾ നമ്മൾ എത്ര നല്ല പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മുടെ പ്രോഡക്റ്റ് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് സെയിം പ്രോഡക്റ്റ് തന്നെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടായിരിക്കും മറ്റ് രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഫോർ എക്സാമ്പിൾ കാഷ്യൂ നട്ട് പോലെ ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് മറ്റ് രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് അത് വേൾഡിൽ വലിയൊരു റിസ്ക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പോർട്ടബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എക്സ്പോർട്ടബിൾ ഗുഡ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലോ ക്വാളിറ്റിയാണ്. സോ ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളും അത് തിരിച്ചയക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്.
ദെൻ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവൈലബിൾ റോ മെറ്റീരിയൽസൊക്കെ അനുസരിച്ച് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇൻകേഴ്സ് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. സോ അത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കുമ്പം ആളുകൾക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഉള്ള ഒരു താല്പര്യം കുറവായിരിക്കും. കാരണം കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് മാനെ കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും എക്സ്പോർട്സിൻ്റെ ഒരു ഗ്രോത്തിനെ ടാക്കിൾ ചെയ്യുന്ന ഒരു റീസണാണ്. ദെൻ ലാക്ക് ഓഫ് ഇഫക്റ്റീവ് പ്രൊമോഷൻ. സോ നമ്മുടെ പ്രോഡക്ട്സിനും ഇപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രി പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും അത് വേൾഡിൽ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. സോ വേൾഡ് വൈഡ് നമ്മുടെ പ്രോഡക്റ്റിന് പ്രൊമോഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് അത്ര അഫോർഡബിൾ അല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ കൊക്കക്കോള, പെപ്സി പോലെയുള്ള വലിയ വലിയ MNCs അവരുടെ ആഡ് എന്ന് പറയുന്നത്, അവരുടെ പരസ്യം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാവരെയും ഉദ്ദേശിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കും. സോ ആ രീതിയിലൊന്നും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ഇന്ത്യയിലുള്ള എക്സ്പോർട്ടേഴ്സിനില്ല. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ഡിലേയ്സ് ഇൻ എക്സ്പോർട്സ്. അതുപോലെ തന്നെ ടൈമും അതുപോലെ കോസ്റ്റും ഇത് എക്സ്പോർട്ട് ഡിലേ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു 90% എക്സ്പോർട്സ് ഫോറിൻ ട്രേഡും നടക്കുന്നത് സീ റൂട്ട്സ് വഴിയാണ്. സോ സീ റൂട്ട്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഗുഡ്സ് സീ വഴി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി കുറേ സമയം നമുക്ക് ആവശ്യം വരും. അവിടെയും നമുക്ക് കുറേ കോസ്റ്റ് ഇൻകർ ചെയ്യും. സോ ഈ ടൈം കൺസ്യൂമിങ് ആൻഡ് ഹൈ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പോർട്സിനെ ഡീഗ്രോത്ത് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ യൂസ് ഓഫ് ട്രഡീഷണൽ ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ. ഹൈ സോ നമ്മൾ ഇപ്പോഴും നമുക്കറിയാം, നമ്മൾ ഇപ്പം നമ്മളുടെ ട്രഡീഷണൽ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള കയറ്, ദെൻ അതുപോലെ കാഷ്യൂനട്ട്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിൽ പോലെയുള്ള ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്പോർട്ട് നടക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. സോ ഇത്രയും എക്സ്പോർട്സ് അതിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ പ്രൊഡക്ഷൻ ടെക്നോളജി ഇന്നും നമ്മൾ ട്രഡീഷണൽ ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ട്രഡീഷണൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യും. ദെൻ ഹൈ കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ കമ്മോഡിറ്റീസ്. സോ നമ്മൾ പറഞ്ഞു ഓൾറെഡി എക്സ്പോർട്ടിൽ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കമ്പീറ്റ് ചെയ്യേണ്ടത് വേൾഡിലുള്ള ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുമായിട്ടായിരിക്കും. സോ നമ്മളൊരു ഫോറിൻ കോമ്പറ്റീഷൻ നമ്മൾ എക്സ്പോർട്ടിൽ എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. സോ ആ കോമ്പറ്റീഷനിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം. സോ അൺഫോർച്ചുനേറ്റ്ലി അത്രയും കോമ്പറ്റീഷൻസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഇന്ത്യൻ പ്രോഡക്ട്സിന് ഇല്ലാത്തതും നമ്മുടെ എക്സ്പോർട്ട് കുറയുന്നതിന് ഒരു കാരണമാണ്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ്. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അതർ. ഓക്കെ, ഒരു കറൻസീനെ മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഇൻ ഹോം കറൻസി ഫോർ ദ യൂണിറ്റ് ഓഫ് എ ഫോറിൻ കറൻസി. ഒരു ഫോറിൻ കറൻസിയുടെ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹോം കറൻസി, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടു ബൈ $1, ഒരു $1 പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 70 രൂപ കൊടുക്കണം. സോ ദ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ₹70 ഈക്വൽ ടു $1. ഓക്കെ, അപ്പം ഒരു യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി എത്ര കൊടുക്കുന്നു, എത്ര നമ്മൾ പേ ചെയ്യേണ്ടി വരും, അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ, ഒരു $1 പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ 70 രൂപ കൊടുക്കണം. സോ ദ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ $, എന്ന് പറയുന്നത് ₹70 ഈക്വൽ ടു $1 ആണ്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. ദർ ആർ 2 എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. 2 എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണുള്ളത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണുള്ളത്.
Then fixed exchange rate system. Under fixed exchange rate system, the exchange rate is determined by the monetary authority. നമ്മുടെ monetary authority ആയിരിക്കും exchange rate തീരുമാനിക്കുന്നത്. It means government, that is central bank, will fix the exchange rate by legislation or invention in currency market. നമ്മളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആയിരിക്കും ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. സപ്പോസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിറ്റർമൈൻ ദ എക്സ്ചേഞ്ച് റേറ്റ് അറ്റ് ₹65 per $. സോ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ US$ മായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ₹65 ആണ്. ഒരു $65 ₹65. വെൻ സപ്ലൈ ഓഫ് ₹65 ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ, ദ വാല്യൂ ഓഫ് റുപ്പീസ് fall into 75 per $. സോ ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ₹65 കിട്ടിയിരുന്ന ഒരു ഡോളർ പിന്നീട് നമുക്ക് കിട്ടുന്നത് ₹70. ദെൻ RBI സെൽസ് $US ഫ്രം ഇറ്റ്സ് റിസർവ് ടു അബ്സോർവ് ദ എക്സസ് സപ്ലൈ ഓഫ് റുപ്പി. സോ RBI എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ $, എക്സസ് സപ്ലൈ മീൻസ് നമ്മുടെ റുപ്പിയുടെ എക്സസ് സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് $, അതായത് RBIയുടെ കയ്യിലുള്ള $നെ മാർക്കറ്റിൽ സെല്ല് ചെയ്യും. സോ ആളുകൾ മീൻസ് ആ $ലേക്ക് നമ്മുടെ റുപ്പീനെ കൺവേർട്ട് ചെയ്യുമ്പം റുപ്പിയുടെ സപ്ലൈ കുറയും. ആസ് എ റിസൾട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഇസ് റീസ്റ്റോർഡ് ടു 65. അങ്ങനെ 70-ലുണ്ടായിരുന്ന $ൻ്റെ റേറ്റ് 65-ലേക്ക് വീണ്ടും തിരിച്ചു വരും. Then when the value of rupee increased above the predetermined level, RBI start buying $, to restore it to 65 per $. ഇനി ₹70 നമ്മളുടെ രൂപയുടെ മൂല്യം കൂടുകയാണെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും, വീണ്ടും $, കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തിട്ട് വീണ്ടും എക്സ്ചേഞ്ച് റേറ്റ് ₹65 എന്നതിലേക്ക് കൊണ്ടുവരും. സോ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ ഫിക്സഡ് റേറ്റ് സിസ്റ്റം അനുസരിച്ച് ഒരു $ന് 65 റുപ്പീസ് എന്നുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇനി മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രൂപയുടെ മൂല്യം കുറയും. സോ രൂപയുടെ മൂല്യം കുറയുമ്പം ₹65 കിട്ടിയിരുന്ന ഒരു ഡോളർ പിന്നീട് നമുക്ക് കിട്ടുക ₹70 സോ ഈ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് RBIയുടെ റിസർവ് ആയിട്ടുണ്ടാവുന്ന $നെ വിൽക്കും. സോ $നെ വിൽക്കുമ്പം അധികമായിട്ടുണ്ടായിരുന്ന റുപ്പിയുടെ സപ്ലൈ കുറയും. അപ്പം വീണ്ടും 70-ലുണ്ടായിരുന്ന എക്സ്ചേഞ്ച് റേറ്റ് വീണ്ടും 65-ലേക്ക് വരും. ഇനി നേരെ തിരിച്ച് രൂപയുടെ മൂല്യം കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ട് $, RBI പർച്ചേസ് ചെയ്യും. സോ RBI കൂടുതലായിട്ട് പർച്ചേസ് നടത്തുമ്പം കൂടുതലായിട്ട് റുപ്പി മാർക്കറ്റിലേക്ക് വരും. സോ വീണ്ടും നമ്മുടെ രൂപയുടെ മൂല്യം 65 എന്നതിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. Then next is flexible or floating exchange rate system. Under flexible exchange rate system, exchange rate is determined by the market forces of demand and supply of foreign exchange. നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അനുസരിച്ച് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയുമാണ് അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ദ മോണിറ്ററി അതോറിറ്റി ഓർ സെൻട്രൽ ബാങ്ക് ഡസ് നോട്ട് ഇൻ്റർവെൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഫ്ലുവൻസിങ് എക്സ്ചേഞ്ച് റേറ്റ്. സോ ഈ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് സിസ്റ്റം അനുസരിച്ച് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന് ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ യാതൊരു തരത്തിലുള്ള റോളും ഉണ്ടായിരിക്കില്ല. ഓൺലി നമ്മുടെ എക്സ്ചേഞ്ച് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് എന്താണോ, ദെൻ ഫോറിൻ കറൻസിയുടെ സപ്ലൈ എന്താണോ അതനുസരിച്ചായിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. Then difference between fixed exchange rate and floating exchange rate. Fixed exchange rate, under the system there is complete government interventions in foreign exchange market. So strictly സെൻട്രൽ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിനുണ്ടാവുക. ദെൻ അണ്ടർ ദ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ദ മാർക്കറ്റ് ഇസ് അലൗഡ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്രീലി. സോ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയുമാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. Then the government or central bank determines the official exchange rate. Official exchange rate തീരുമാനിക്കുന്നത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും. The exchange rate is determined by the forces of demand and supply. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിയാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്.
Then third point, if due to any reason the exchange rate fluctuates, the government intervenes and makes sure that the equilibrium predetermined level is maintained. സോ രൂപയുടെ മൂല്യം കൂടുകയോ കുറയുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിലൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വീണ്ടും എക്സ്ചേഞ്ച് റേറ്റിനെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരും. Then if due to any reason exchange rate fluctuates, the government never intervenes and allow the market to function and determine the true value of the exchange rate. പക്ഷേ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അനുസരിച്ച് ഗവൺമെൻറ്റിന് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ യാതൊരു തരത്തിലുള്ള റോളും ഇല്ല. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ആ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്ത സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അതിനനുസരിച്ചായിരിക്കും ആ ഫോറിൻ കറൻസി ഡീൽ ചെയ്യപ്പെടുന്നത്. The only merit of fixed exchange rate system is that it assures the flexibility of exchange rate. It prevent both currency appreciation and depreciation. പണത്തിൻ്റെ മൂല്യക്കുറവ് പോലെയുള്ള സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The only demerit of floating exchange rate system is that exchange rate fluctuates a lot on a day-to-day basis. Then ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ പല തവണ എക്സ്ചേഞ്ച് റേറ്റ്സിൽ മാറ്റങ്ങൾ വരും. അതാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. Then exchange rate system in practice. Managed floating exchange rate. Under such a system, exchange rate allowed to move freely and determined by the demand and supply. Already നമ്മൾ പറഞ്ഞ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് തീരുമാനിക്കപ്പെടുന്നത്. Then when the difficult situation arises, central can intervene to stabilize exchange rate. ഇനി എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇടപെട്ട് ആ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യും. Then adjustable peg system. Under the system, exchange rates are pegged or fixed for a period of time. ഒരു പീരിയഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിലേക്ക് ഒരു പെർട്ടിക്കുലർ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കും. However, if a deficit or surplus of balance of payment becomes substantial, the exchange rate is devalued or revalued. Then ഈ ഒരു ഒരു പർട്ടിക്കുലർ പീരിയഡിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അനുസരിച്ച് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വരികയാണെങ്കിൽ ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ദാറ്റ് ഇസ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഏതെങ്കിലും ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ ഡീവാല്യൂ ചെയ്യുക അല്ലെങ്കിൽ റീവാല്യൂ ചെയ്യുക ചെയ്യും. ദെൻ ക്രൗളിംഗ് peg system. However, a country keeps on adjusting exchange rate to new demand and supply condition. The country follow regular checks in exchange rate. ക്രൗളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ദെൻ ആ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ നമ്മുടെ കൺട്രി ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. വെദർ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ഓർ സപ്ലൈ എന്നുള്ളത് ഓൾവേസ് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ക്രൗളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം. ഹിയർ എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഹാവ് അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം ബിറ്റ്വീൻ ദെയർ കൺട്രീസ് ബട്ട് ദേ ഹാവ് എ ജോയിൻറ്റ് ഫ്ലോട്ട് അഗെയിൻസ്റ്റ് അതർ കറൻസീസ്. ദെൻ ഇവിടെ പറയുന്നത് ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കുറേ കൺട്രീസ് ഉണ്ടായിരിക്കും. ദെൻ ദേ ഹാവ് എ ജോയിൻറ്റ് ഫ്ലോട്ട് അഗെയിൻസ്റ്റ് അതർ കറൻസീസ്. അതർ കറൻസീസുമായിട്ട് അവർ ജോയിൻ്റ്ലി ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സാണ്. ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആർ ഡിറ്റർമൈൻഡ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, സോ മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയുമാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം തീരുമാനിക്കുന്നത്. ദെൻ ഫ്രീലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് എക്സ്ചേഞ്ച് കൺട്രോൾ. എക്സ്ചേഞ്ച് കൺട്രോളിൻ്റെ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഫ്രീലി ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ കറണ്ട് receipts are deposited to the banking system to meet the demand for the foreign exchange. സോ നമ്മുടെ നമുക്ക് കിട്ടുന്ന
റെസീപ്റ്റ്സിനെ എല്ലാം നമ്മൾ ബാങ്ക് സിസ്റ്റത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഡിമാൻഡ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ആർ ബി ഐ ക്യാൻ ഇൻ്റർവെൻ ഇൻ മാർക്കറ്റ് ടു മോഡുലേറ്റ് ദ വൊളറ്റാലിറ്റി ആൻഡ് ഷാർപ്പ് ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പി. ദെൻ കുറവ്, അതായത് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർ ബി ഐ ആ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ ഇടപെടും. ദെൻ US dollar is a principal currency for RBI transaction. ദെൻ ആർ ബി ഐ ട്രാൻസാക്ഷൻസിൻ്റെ ബേസിൽ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത് US ഡോളേഴ്സിൻ്റെ ബേസിലാണ്. സോ നമ്മളെപ്പോഴും ഇന്ത്യയുടെ രൂപയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ